Hi all, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the haloalkanes and haloarenes part 5. Last class we നിർത്തിയത് nucleophilic substitution reactions ന്റെ examples പറഞ്ഞുകൊണ്ടായിരുന്നു. Then ആ reaction രണ്ട് രീതിയിൽ നടക്കാം. അത് നടക്കുന്ന രീതി അനുസരിച്ച് SN1 reactions എന്നും SN2 reactions എന്നും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നടക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിസം. ഏത് പാത്തിലൂടെയാണോ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് ആ പാത്തിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പേരാണ് മെക്കാനിസം. അപ്പോൾ ഇവിടെ രണ്ട് മെക്കാനിസം ഉണ്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ രണ്ട് മെക്കാനിസംസ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെക്കാനിസം അറിയപ്പെടുന്ന പേരാണ് SN1 എന്നും രണ്ടാമത്തെ മെക്കാനിസം അറിയപ്പെടുന്ന പേരാണ് SN2 എന്നും. ഓക്കെ, അപ്പോൾ നമുക്കതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ മെക്കാനിസം സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ അല്ലെങ്കിൽ SN2. അപ്പോൾ SN2 എന്ന് എഴുതുമ്പോൾ എസ് എന്ന് എഴുതുക, N സബ്സ്ക്രിപ്റ്റ് ആയിട്ട് താഴെ എഴുതുക, 2 സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് മുകളിൽ എഴുതുക. ഇതാണ് കറക്റ്റ് വേ. ഇതാണ് SN2 റിയാക്ഷൻ എന്ന് നമ്മൾ സിംബലൈസ് ചെയ്തത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറ്റ് മീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വിച്ച് ഈസ് ഓഫ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ നമ്മൾ കെമിക്കൽ കൺടെക്സ്റ്റിൽ പഠിച്ച ഓർഡറാണ് ആ മുകളിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ SN2 ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്ത് നടക്കുന്ന മെക്കാനിസം ആണെങ്കിൽ അതിനെ നമ്മൾ SN2 എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർഡർ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് പേരുടെ കോൺസെൻട്രേഷനെ ആയിരിക്കും. അതുകൊണ്ടാണ് സെക്കൻഡ് ഓർഡർ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ റിയാക്ഷനിൽ സംഭവിക്കുന്നത് ഒരു ന്യൂക്ലിയോഫൈല് നമ്മൾ ചേർക്കുന്ന റിയേജൻറ്റിൽ നിന്ന് ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. അപ്പോൾ നമ്മൾ ചേർക്കുന്ന റിയേജൻറ്റ് അക്വസ് KOH ആവാം. അപ്പോഴാണ് അതിൽ നിന്ന് എന്തുണ്ടാവുക, OH- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ പ്രൊഡ്യൂസ് ചെയ്യുക. ദിസ് OH- ഈസ് കമ്മിങ് ടു അറ്റാക്ക്. ആരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സബ്സ്ട്രേറ്റ്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. പുറത്തുനിന്ന് ആരെയാണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ബോണ്ട് ഫോം ചെയ്യാൻ വരുന്നത്, അത് ആരെയാണോ അയാളെയാണ് നമ്മൾ അറ്റാക്കിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ അക്വസ് KOHൽ നിന്നുണ്ടാവുന്ന OH- അറ്റാക്കിംഗ് റിയേജൻറ്റും എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് സബ്സ്ട്രേറ്റും ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസിൽ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവ് ആയിട്ടുള്ള മീഥൈൽ ക്ലോറൈഡ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് നൊട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഹൈഡ്രജൻ മുമ്പിലാണോ പുറകിലാണോ എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ ഫ്രണ്ടിലും ഈ വെഡ്ജിൽ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ ബാക്കിലും, ഇത് പ്ലെയിനിൽ നിൽക്കുന്ന ഹൈഡ്രജൻ, ഇത് പ്ലെയിനിൽ നിൽക്കുന്ന ക്ലോറിൻ, ഇത് പ്ലെയിനിൽ നിൽക്കുന്ന കാർബൺ. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ മുമ്പിലേക്കും ഈ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ പുറകിലേക്കുമാണ്. ദെൻ ഈ കാർബണും ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും ഈ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിൻ ബോർഡിൻ്റെ പ്ലെയിനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോളിക്യൂളിലേക്കാണ് ആര് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, OH- അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇവിടെ SN2 മെക്കാനിസം വഴിയാണ് നടക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ OH- അറ്റാക്ക് ചെയ്യിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ Cl- പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ന്യൂക്ലിയോഫൈൽ ആക്ച്വലി പ്രസൻ്റ് ആയിട്ടുള്ളത് ഏതാണോ, അപ്പോൾ ഇവിടെ ആരാണത്, ക്ലോറൈഡ്. ഓക്കെ, അതേത് സൈഡിലേക്കാണോ ബോണ്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയിരിക്കും നമ്മുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുള്ളൂ. ഇൻ SN2 ഓപ്പോസിറ്റ് സൈഡ് വഴിയേ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളൂ. ഓക്കെ, ഫ്രണ്ട് വഴി വരാമെന്ന് വിചാരിച്ചാൽ, ഈ സൈഡ് വഴി വരാമെന്ന് വിചാരിച്ചാൽ ഈ ക്ലോറിൻ എന്തായാലും ഇതിനെ റിപ്പൽ ചെയ്ത് ദൂരേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഒരിക്കലും ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. അതുകൊണ്ട് SN2 മെക്കാനിസത്തിൽ എപ്പോഴും ന്യൂക്ലിയോഫൈൽ അപ്രോച്ച് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ നിന്നായിരിക്കും. നമ്മുടെ ബോണ്ട് ലിവിങ് ഗ്രൂപ്പ് എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നായിരിക്കും അറ്റാക്കിങ് നടക്കുക. ഓക്കെ, അപ്പോൾ അവിടെ വരുന്നത് എപ്പോഴും SN2 മെക്കാനിസം ഫോളോ ചെയ്യണമെങ്കിൽ ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുമ്പോഴാണ് SN2 മെക്കാനിസം ഫേവർ ചെയ്യുക. അപ്പോൾ അടുത്ത പോയിന്റാണ്, SN2 മെക്കാനിസം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പാത്തിലൂടെ പ്രോഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ വരുന്ന ന്യൂക്ലിയോഫൈൽ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ഇയാൾ ഇവിടുന്ന് പോകാനൊന്നും നിൽക്കില്ല, അതിന് മുന്നേ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാ നോക്കിക്കേ, ഇവിടെ അതേ ബോണ്ട് ഫോമിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കാർബണിന് 5 വാലൻസി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാർബൺ തന്നെ ഇതിൽ വീക്ക് ആയിട്ടുള്ള ക്ലോറിനെ പയ്യെ
ബ്രേക്ക് ചെയ്യിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. 4 വാലൻസി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ന്യൂക്ലിയോഫൈലിനെ അവിടെ നിർത്തിയിട്ട് വീക്ക് ന്യൂക്ലിയോഫൈലിനെ പയ്യെ ബ്രേക്ക് ചെയ്യിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പാർഷ്യലിയാണ്. ഒരാൾ ഫോം ചെയ്യാൻ തുടങ്ങുന്നു, ഇപ്പുറത്തുനിന്ന് ഇയാൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഈ ഒരു സ്റ്റേജ് ആയിരിക്കും അവിടെ. എല്ലാ സബ്സ്ട്രേറ്റുകൾക്കും ഈ ഒരു സ്റ്റേജ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുക. ഇതൊട്ടും സ്റ്റേബിൾ അല്ല. ഇവിടെ 5 വാലൻസി ഉള്ളതുകൊണ്ട് ഇതൊട്ടും സ്റ്റേബിൾ അല്ല. വിത്തിൻ സെക്കൻഡ്സ് തന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യും, ഈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇതാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് SN2 മെക്കാനിസം. അപ്പോൾ SN2 മെക്കാനിസത്തിൽ ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ബോണ്ട് ഫോമിങ്ങും ബോണ്ട് ക്ലീവേജും ഒരേ സമയത്ത് നടക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ദെൻ വിത്തിൻ സെക്കൻഡ്സ് തന്നെ പുതിയ ബോണ്ട് സ്ട്രോങ് ആയിട്ട് ഫോം ചെയ്യും, വീക്കായിട്ടുള്ള ലിവിങ് ഗ്രൂപ്പ് അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യും. ഇങ്ങനൊരു പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് SN2 മെക്കാനിസം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു മെക്കാനിസം നടക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യാൻ ഒരു ഈസിനെസ് വേണം അല്ലേ. അപ്പോൾ ഈ നിൽക്കുന്ന ഗ്രൂപ്പുകൾ ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് ഇവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ നടന്നത്. ബട്ട് ഈ ഗ്രൂപ്പുകൾ ബൾക്കി ആകും തോറും, ബൾക്കി ആകാന്ന് പറഞ്ഞാൽ ചെയിനിൻ്റെ വലിപ്പം കൂടും തോറും, ഇത് CH3 ഇത് CH3 ഇങ്ങനെ ആകും തോറും ഈ ഇരിക്കുന്ന കുഞ്ഞ് ഇത്ര സ്പേസ് ഇവിടെ ഉള്ളൂ. ഈ സ്പേസുകൾ മുഴുവനും ഒക്യുപ്പൈഡ് ആവാൻ തുടങ്ങും. അപ്പോൾ OHന് വന്ന് ഇവിടെ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിട്ടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ സബ്സ്ട്രേറ്റ് ഏറ്റവും സ്മോളർ ആയിരിക്കുമ്പോഴാണ് റിയാക്ടിവിറ്റി ഭയങ്കര കൂടുതൽ റേറ്റ് അല്ലെങ്കിൽ SN2 മെക്കാനിസം പെട്ടെന്ന് നടക്കുക. നമ്മുടെ സബ്സ്ട്രേറ്റ് ബൾക്കി ആകും തോറും ഈ പാത്തിലൂടെ പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അപ്പം അതുകൊണ്ട് നമ്മൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ പറയുന്നത് ടെറിഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷ്യറി എന്നാണ് പറയുക. ടെറിഷ്യറിക്ക് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള ആളാണ്. അതുകൊണ്ട് അവിടെ ഈ മെക്കാനിസം പോസിബിൾ അല്ല. പ്രൈമറി ആവുമ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ആണ്, ഉള്ളതിൽ ഏറ്റവും ചെറിയ ചെയിൻ ആണ്. അതുകൊണ്ട് പ്രൈമറിക്കാണ് ഈ മെക്കാനിസം ഫോളോ ചെയ്യാനായിട്ട് ഏറ്റവും ചാൻസ് കൂടുതൽ. ഇനി എന്തുകൊണ്ടാണ് ഇത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞെന്ന് നോക്കാം. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയാൻ കാരണം ഇവിടെ ആകെ ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഇത് ഈ ഒരു സ്റ്റെപ്പിൽ 2 പേരും ഇൻവോൾവഡ് ആണ്. ഓക്കെ, അപ്പൊ 2 പേരും ഇൻവോൾവഡ് ആണെങ്കിൽ 2 പേരുടെയും കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ 2 പേരുടെ കോൺസെൻട്രേഷനെയും റേറ്റ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സെക്കൻഡ് ഓർഡർ ആയത്. ഒരേ ഒരു സ്റ്റെപ്പ് ഉള്ളൂ. ആ ഒരു സ്റ്റെപ്പിൽ 2 റിയാക്ടൻസും സബ്സ്ട്രേറ്റും റിയേജൻറ്റും ഇൻവോൾവഡ് ആണ്. അപ്പം 2 പേരും ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ദെർഫോർ ദിസ് മെക്കാനിസം ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് SN2 മെക്കാനിസത്തിൽ ഓർത്തിരിക്കേണ്ടത്. ദെൻ അവിടെ നമ്മൾ പറഞ്ഞു ടെറിഷ്യറി ആകും തോറും അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പ്സ് വരും തോറും ആ ഒരു മെക്കാനിസം ഫോളോ ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു വരും എന്നല്ലേ. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന വേറൊരു മെക്കാനിസം, വേറൊരു മെത്തേഡാണ് SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ അല്ലെങ്കിൽ SN1 മെക്കാനിസം. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഓർഡർ ആണ് അല്ലേ. ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ മെക്കാനിസം, ഈ പാത്ത് കംപ്ലീറ്റ് ആകുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഏതോ ഒരു റിയാക്ടൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഹാലോ ആൽക്കെയിൻസ് അല്ലേ, അതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. അതിൽ നിന്ന് ഇപ്പം ഞാനിവിടെ ഒരു ടെറിഷ്യറി ആണ് എഴുതുന്നത്. ഇങ്ങനൊരു സബ്സ്ട്രേറ്റ്, ഈ സബ്സ്ട്രേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബോണ്ട് ക്ലീവ് ചെയ്യാൻ തുടങ്ങും. ഈ ബോണ്ട് തനിയെ പൊളാരിറ്റി ഉള്ളതുകൊണ്ട് ആ ബോണ്ട് തനിയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ബ്രേക്ക് ചെയ്താൽ നമുക്കറിയാം ബോണ്ടിൽ ഇലക്ട്രോൺസിനെ ബ്രോമിൻ കൊണ്ടുപോകും, കാർബണിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുക. ഇങ്ങനെയൊരു സ്പീഷീസുകളായിരിക്കും നമുക്കിവിടെ കിട്ടുക. അതായത് ബ്രോമിൻ ആദ്യമേ പോകുവാണ്, ലിവിങ് ഗ്രൂപ്പ് ആദ്യമേ പോകുവാണ്, അങ്ങനത്തെ മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ലിവിങ് ഗ്രൂപ്പ് ആദ്യമേ ബോണ്ട് ബ്രേക്ക് ചെയ്തു പോയി, ഒരു കാർബോ കാറ്റയോൺ അവിടെ ഫോം ചെയ്യുന്നു.
ഒരു കാർബോ കാറ്റയോൺ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. ഈ ബോണ്ട് അത്ര പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്ത് പോകില്ല, അത് ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. ഇത് റിവേഴ്സിബിളും ആണ്. ഈ റിയാക്ഷൻ റിവേഴ്സിബിളും ആണ്. സ്ലോ ആണ്, റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മീഡിയത്തിലേക്ക് അറ്റാക്കിംഗ് റിയേജൻറ്റ് ചേർത്തിട്ടുണ്ടാവും. അക്വസ് KOH NaOH ആരെങ്കിലും ഒരാളെ ചേർത്തിട്ടുണ്ടാവും. അതിൽ നിറച്ച് OH- അവൈലബിൾ ആയിരിക്കും. അപ്പോഴാണ് ഈ പോസിറ്റീവ് ചാർജിന് ആരോട് അട്രാക്ഷൻ വരിക? നമ്മുടെ മീഡിയത്തിൽ അറ്റാക്കിംഗ് റിയേജൻറ്റിൽ കിടക്കുന്ന OH- ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ പ്ലേ ചെയ്യും. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലെ സമയം എടുക്കുള്ളൂ. ആ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മീഡിയത്തിൽ കിടക്കുന്ന അറ്റാക്കിംഗ് റിയേജൻറ്റിലെ OH- ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. അവർ തമ്മിൽ ബോണ്ട് ചെയ്ത് എന്തുണ്ടാവും? CH3 ത്രൈസ് C ബോണ്ട് ഫോം ചെയ്ത് OH ഉണ്ടാവും, ആൽക്കഹോളായിട്ട് മാറും. ഇതാണ് അടുത്ത മെക്കാനിസം. അപ്പം ഇവിടെ എന്താണ് കണ്ടത്? ആദ്യം ബോണ്ട് ബ്രേക്ക് ചെയ്യുവാണ്. ലിവിങ് ഗ്രൂപ്പ് ആദ്യമേ പോയി ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അത് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോണും അറ്റാക്കിംഗ് റിയേജൻറ്റിലെ OH- അല്ലെങ്കിൽ ഏതാണോ ന്യൂക്ലിയോഫൈൽ അയാളും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ 2 സ്റ്റെപ്പിലാണ് ഇവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ബട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് സ്ലോ റിവേഴ്സിബിൾ. സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ആര് മാത്രമേ ഇൻവോൾവഡ് ആയിട്ടുള്ളൂ? നമ്മുടെ ഹാലോ ആൽക്കെയിൻ മാത്രമേ ഇൻവോൾവഡ് ആയിട്ടുള്ളൂ. ഇയാളുടെ കോൺസെൻട്രേഷനെ മാത്രമേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സബ്സ്ട്രേറ്റ് ഹാലോ ആൽക്കെയിനിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ റേറ്റ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഏതായത്? ഫസ്റ്റ് ഓർഡർ ആയത്. അതുകൊണ്ടാണ് SN1 എന്ന് പേര് വന്നത്. ഓക്കെ, ഇനി ആർക്കായിരിക്കും ഇത് നടത്താനായിട്ട് ടെൻഡൻസി കൂടുതൽ? ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ മാത്രമേ ഇവർ ഈ മെത്തേഡ് വഴി വരുള്ളൂ. അല്ലാണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു അൺസ്റ്റേബിൾ കാർബോ കാറ്റയോൺ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്നൊരു പ്രോഡക്റ്റ് ആരെങ്കിലും ഫോം ചെയ്യുമോ? ഇല്ല. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നവർക്ക് ഈ മെത്തേഡിലൂടെ വരാനായിരിക്കും ഇഷ്ടം. ഇതായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. ഓക്കെ, അതാരാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഏതാ? ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ SN1ൻ്റെ ഓർഡർ ചോദിച്ചാൽ ടെറിഷറി സെക്കൻഡറി പ്രൈമറി ആണ്. SN2ൻ്റെ ഓർഡർ ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡിലൂടെയും നടക്കാം റിയാക്ഷൻ. കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കും. SN1 നടന്നാലും SN2 നടന്നാലും പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് തന്നെ. 2 പാത്തിലൂടെയാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അതെടുക്കുന്ന സബ്സ്ട്രേറ്റ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഏത് പാത്ത് ഫോളോ ചെയ്യുന്നു പറയാനായിട്ട് പറ്റുള്ളൂ. പ്രൈമറി ആണെങ്കിൽ ഷുവറായിട്ടും SN1 ആയിരിക്കും. ടെറിഷറി ആണെങ്കിൽ ഷുവറായിട്ടും SN2 ആയിരിക്കും. സോറി, പറഞ്ഞ മാറിപ്പോയി. പ്രൈമറി ആണെങ്കിൽ ഷുവറായിട്ടും SN2 ആയിരിക്കും. ടെറിഷറി ആണെങ്കിൽ ഷുവറായിട്ടും SN1 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കമ്പാരിസൺ ഓഫ് SN1 റിയാക്ഷൻ ആൻഡ് SN2 റിയാക്ഷൻ. അത് നമുക്ക് മിക്കവാറും ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. കമ്പയർ SN1 ആൻഡ് SN2 റിയാക്ഷൻസ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ SN1 SN2ൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എഴുതാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? SN1 എന്ന് വിളിക്കാൻ കാരണം എന്തായിരുന്നു? ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ യൂണി മോളിക്കുലാർ ഒരൊറ്റ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം SN1 റിയാക്ഷൻ യൂണി മോളിക്കുലാർ ആണ്, SN2 റിയാക്ഷൻ ബൈമോളിക്കുലാർ ആണ്. അതൊരു കമ്പാരിസൺ ആണ്. ദെൻ അടുത്തത് SN1 റിയാക്ഷൻ നടത്തുന്നത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ആരാ? ടെറിഷറി കാർബോ കാറ്റയോണിൻ്റെ ഫോർമേഷൻ വഴിയാണ്. SN1 എന്ന് പറയുന്നത് കാർബോ കാറ്റയോണിൻ്റെ ഫോർമേഷൻ വഴിയാണ്. SN2 എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റിൻ്റെ ഫോർമേഷൻ വഴിയാണ്. അങ്ങനെയും പറയാം കേട്ടോ നമുക്ക്. അതും ഒരു കമ്പാരിസൺ ആയിട്ട് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ കാർബോ കാറ്റയോണിൻ്റെ ഓർഡറാണ് ഇവിടുത്തെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ, ടെറിഷറി സെക്കൻഡറി പ്രൈമറി. ഇനി ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് അത് ഫോം ചെയ്യാനുള്ള എളുപ്പം ഏറ്റവും ചെറുതാണെങ്കിൽ പെട്ടെന്ന് ഫോം ചെയ്യാം. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആണ് ഇവിടുത്തെ ഓർഡർ. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു SN2 മെക്കാനിസം ഫോളോ ചെയ്യുന്നവർ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. അവർക്ക് അപ്പുറത്ത് ആളുണ്ടോ ഇതൊന്നും നോട്ടില്ല, അവർ നേരെ കയറി ബോണ്ട് ഫോം ചെയ്യുവാണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലാണ് SN2 മെക്കാനിസത്തിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വീക്ക് ന്യൂക്ലിയോഫൈൽ ആണെങ്കിലാണ് വരാൻ ഇങ്ങനെ മടിച്ചു നിൽക്കും. അപ്പോഴാണ്
നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും, ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് കാർബോക്യാറ്റയോൺ ആയിട്ട് പോസിറ്റീവ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ആ വീക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ SN1 വരുന്നത് ഒരു വീക്ക് ന്യൂക്ലിയോഫൈലാണ്, SN2 വരുന്നത് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, ഇനി സോൾവെന്റ് ഒരു മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടത്തണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം മീഡിയം എപ്രോട്ടിക് ഉണ്ട്, പ്രോട്ടിക് ഉണ്ട്, പോളാറുണ്ട്. പോളാർ ആണെങ്കിലേ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന്റെ റിയാക്ഷൻസ് ഒക്കെ നടക്കുള്ളൂ, പൊളാരിറ്റി വേണമല്ലോ. അപ്പോൾ പോളാർ തന്നെ പ്രോട്ടിക്കും ആവാം, എപ്രോട്ടിക്കും ആവാം. പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിൽ, പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിൽ SN1 റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. അതായത് നമ്മുടെ വാട്ടർ, ആൽക്കഹോള് ഇവരൊക്കെ ആണെങ്കിൽ ഇവർ ഫേവർ ചെയ്യുന്ന മെക്കാനിസമാണ് SN1. കാരണം ഇവർക്ക് നമ്മുടെ കാർബോക്യാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാർബോക്യാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ പോളാർ പ്രോട്ടിക് സോൾവെന്റ് വേണം. അതുകൊണ്ട് SN1 മെക്കാനിസം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട സോൾവെന്റ്സ് പോളാർ പ്രോട്ടിക് സോൾവെന്റ്സ് ആണ്. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പോളാർ എപ്രോട്ടിക് സോൾവെന്റിലാണ് നമ്മൾ കോമൺ ആയിട്ട് SN2 മെക്കാനിസം നടത്താറ്. ഓക്കെ, ഇനി അടുത്തത് റിട്ടൻഷൻ ആൻഡ് ഇൻവേർഷൻ. അത് സ്റ്റീരിയോ കെമിസ്ട്രി ആണ്, അതെന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഓർത്തു വയ്ക്കുക, SN2 റിയാക്ഷൻ ആണെങ്കിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനും SN1 മെക്കാനിസം ആണെങ്കിൽ റെസിമൈസേഷനുമാണ് നടക്കുക എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇതും ഒരു പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്തത് നമുക്ക് ഹാലോ അരീൻസ് പറയുമ്പോൾ അവിടെ ഹാലോ ആൽക്കെയിൻസിൽ തന്നെ ബെൻസൈലിക്കും വരും, അല്ലല്ലിക്കും വരും. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 X, ഇതാണ് അല്ലല്ലിക് ഹാലോ ആൽക്കെയിൻസ്. ഇനി ബെൻസീൻ റിങ്ങിൽ ഒരു CH2 വന്നിട്ട് അവിടെ X വന്നാൽ ഇത് ബെൻസൈലിക് ആയി. ഇവർക്ക് രണ്ടുപേർക്കും ഏത് മെക്കാനിസം ഫോളോ ചെയ്യാനാണ് ഇഷ്ടം? ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും റെസൊണൻസ് പോസിബിൾ ആണ്. ഈ ബോണ്ട് ഇവിടെ ഉള്ള കാരണം കൊണ്ട് റെസൊണൻസ് പോസിബിൾ ആണ്. ഇങ്ങനെ റിങ്ങിലേക്ക് വന്ന് റെസൊണൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് റെസൊണൻസ് പോസിബിൾ ആണെങ്കിൽ അവർക്ക് കാർബോക്യാറ്റയോൺ ഫോം ചെയ്ത് അതിൻ്റെ സ്റ്റെബിലിറ്റി വഴി ബോണ്ട് ഫോം ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും റെസൊണൻസ് പോസിബിൾ ആയതുകൊണ്ട് ഇവർ കാർബോക്യാറ്റയോണിൻ്റെ ഫോർമേഷൻ വഴിയായിരിക്കും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫേവർ ചെയ്യുന്നത് ഏത് റിയാക്ഷനാണ്? SN1 റിയാക്ഷനാണ് ഫേവർ ചെയ്യുന്നത്. അല്ലല്ലിക് ആൻഡ് ബെൻസൈലിക് ഹാലോ ആൽക്കെയിൻസ് ഫേവർ SN1 മെക്കാനിസം ഡ്യൂ ടു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. പ്രെഡിക്റ്റ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ SN1 ആൻഡ് SN2. ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും അടുത്തത്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് ദ 4 ഐസോമറിക് ബ്രോമോബ്യൂട്ടേൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഏത് മെത്തേഡ് വഴിയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരിക, അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രോമോബ്യൂട്ടേനിൻ്റെ ഐസോമേഴ്സ് എഴുതണം. അപ്പോൾ ബ്രോമോബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ ആദ്യം നോർമൽ ചെയിൻ CH3 CH2 CH2 CH2Br, ഇതാണ് നോർമൽ ബ്യൂട്ടെയിൻ. ആദ്യത്തെ ആള് നോർമൽ ബ്യൂട്ടെയിൻ. ഇനി നമുക്കിതിൻ്റെ ഐസോമേഴ്സ് ഉണ്ടാക്കണം. ഐസോമേഴ്സ് ഉണ്ടാക്കാൻ ചെയിനിൻ്റെ നമ്പർ ഞാൻ കുറയ്ക്കുവാണ്. CH3 CH2 ഇങ്ങനെ വരും അല്ലേ. 3 കാർബൺ മെയിൻ ചെയിനിൽ വന്നു. അതിൽ ഒരു കാർബണിനെ ഞാൻ ബ്രാഞ്ചായിട്ട് കൊടുത്തു. ബ്രാഞ്ചായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ, ബ്രാഞ്ച് എപ്പോഴും ഇടയിലത്തെ കാർബണിലെ കൊടുക്കാവൂ, ടെർമിനൽ കാർബണിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇടയിലത്തെ കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 കാർബണിനെ മെയിൻ ചെയിനിൽ കൊടുത്തിട്ട് 4ാമത്തെ കാർബണിനെ ഞാൻ ബ്രാഞ്ചാക്കി കൊടുത്തു. ബ്രോമിൻ ദാ ഇപ്പോൾ ഇവിടെയാണ് കൊടുത്തേക്കണത്. ഇനി എനിക്ക് ബ്രോമിനെ വേണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇതെന്താവും? CH3 CH(Br) CH3 CH3 ഇങ്ങനെയാവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഏത് ടൈപ്പ് വരും? ഓക്കെ, അപ്പോൾ ഇതാണ് 3 എണ്ണം. ഇനി ഒരെണ്ണം ഉള്ളത് ഈ നോർമൽ ബ്യൂട്ടേനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? CH3 CH2 CH(Br) CH3 1 ബ്രോമോ ബ്യൂട്ടേന് പകരം നമുക്ക്
2-bromobutane കൂടി എഴുതാം. ഓക്കെ, അപ്പം അങ്ങനെ 4 ഐസോമറിക് ബ്യൂട്ടൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ, ആ ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ ആണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ ഇതല്ലേ, ഈ കാർബൺ ഇനി വേറെ എത്ര കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു കാർബൺ. അപ്പോൾ ഇതുകൊണ്ട് ഇത് പ്രൈമറി. ഇനി ഇവിടെയും ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ ഇത് എത്ര കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്? ആകെ ഒരു കാർബണായിട്ട് ഡയറക്റ്റ് ബോണ്ട് വന്നിട്ടുള്ളൂ, പ്രൈമറി. ദെൻ ഇവിടെയോ ഇത് ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ, ഈ ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ 1, 2, 3 കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ദെർഫോർ ടെറിഷറി. ഇനിയോ ഇത് ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ ഇതാണ്. അപ്പോൾ ഇവിടെ 1, 2, ഇത് സെക്കൻഡറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡർ പറയാം. നമുക്കറിയാം SN1 ആണെന്നുണ്ടെങ്കിൽ ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. SN2 ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് SN2 എഴുതി നോക്കാം. SN2 എഴുതി കഴിഞ്ഞാൽ അതിന് നേരെ റിവേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? SN1 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് SN2വിൻ്റെ ഓർഡർ എഴുതി നോക്കാം. SN2വിൻ്റെ ഓർഡർ എന്താ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഏറ്റവും കൂടുതൽ പ്രൈമറിക്കാണ് അല്ലേ. ഇവിടെ പ്രൈമറി 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആർക്കാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ അവിടെയാണല്ലോ റിയാക്ഷൻ നടക്കേണ്ടത്, അതൊന്ന് എഴുതി നോക്കിക്കേ. അത് എഴുതുമ്പോൾ എങ്ങനെയാ വരിക? CHBr, പിന്നെയും ഇവിടെ ഒരു H, അപ്പോൾ ഇത് CH2Br ആയി. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ചെയിൻ അല്ലേ. ഇനി ഇവിടത്തെ കാർബൺ എഴുതിയാലോ CHHBr. ഇവിടെ പിന്നെയും ഒരു ബ്രാഞ്ചിങ് വരുവാണ്, ഇതാ CH3. അതായത് നമ്മുടെ ബ്രോമിൻ ഇരിക്കുന്ന കാർബണിനടുത്ത് ഇവിടെ ഒരു കഞ്ചഷൻ വരുവാണ്, പക്ഷെ ഇവിടെ അതില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോകുക. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, SN2വിൽ നേരെ ന്യൂക്ലിയോഫൈൽ വന്ന് ബോണ്ട് ചെയ്യുവാണ്. അപ്പം ന്യൂക്ലിയോഫൈൽ വന്ന് ബോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ ഫ്രീ ആയിരിക്കണം, കൺജസ്റ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് കൺജഷൻ വരുന്നത്? ഇവിടെ. അപ്പോൾ അയാളൊന്ന് സ്ലോ ആവും, കൺജഷൻ വരുന്നതുകൊണ്ട് ന്യൂക്ലിയോഫൈലിന് ആകെ കൺഫ്യൂഷൻ ആവും, ഏതിൽ കൂടി വരണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും, ഇത് ഇത്തിരി സ്ലോ ആവും. പക്ഷെ ആ സമയത്ത് ഇവിടെ അങ്ങനെയില്ല, ഡയറക്റ്റ് നേരെ ഒരു ചെയിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കൂടുതൽ ഇവിടെയായിരിക്കും. ദാറ്റ് ഈസ് നോർമൽ ബ്യൂട്ടൈനിനായിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതിന് നമ്പർ ഇടാം, 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ഇടാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓർഡർ ഇവിടെ ആർക്ക് ആദ്യത്തെ വരിക? 1 ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് 2വിന്. ഓക്കെ, ഇനി നമുക്കറിയാം പ്രൈമറി കഴിഞ്ഞ ആർക്കാണ്? സെക്കൻഡറി ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സെക്കൻഡറി ഏതാ? സെക്കൻഡറി 4th 1 ആണ് അല്ലേ. അപ്പോൾ 4th 1, ദെൻ ടെറിഷറി 3rd 1. ഇതായിരിക്കും റിയാക്ടിവിറ്റിയുടെ ഓർഡർ. ഇനി SN2 എഴുതാൻ പറഞ്ഞ SN1 എഴുതാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? നേരെ തിരിക്കുക. അവിടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? 3, അത് കഴിഞ്ഞ് 4, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞിട്ടായിരിക്കും 1. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്തത് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തതിൻ്റെ ആൻസർ, 4 ഐസോമറിക് ബ്യൂട്ടൈൻസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ട, ഐസോമേഴ്സ് എഴുതാൻ പഠിക്കണം. എത്ര എണ്ണം ഉണ്ടോ അത് എഴുതാനായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ബെൻസീൻ റിംഗ് വരുന്ന കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നമുക്കത് ബെൻസീൻ റിംഗ് വെച്ചിട്ട് തന്നെ വരയ്ക്കാം, ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമുക്ക് ബെൻസീൻ റിംഗ് ആയിട്ട് തന്നെ വരയ്ക്കാം. CH2Br ആദ്യത്തത്, അടുത്തത് C6H5, C6H5. അപ്പോൾ ഒരു ബെൻസീൻ, ദെൻ CH, പിന്നെയും ഒരു ബെൻസീൻ C6H5, എന്നിട്ട് ഇതുമ്മലാണ് Br. ഓക്കെ, ഇനി അടുത്തത് ഒരു സൈഡിൽ C6H5, പിന്നെ CH,
ഇപ്പുറത്ത് CH3, അവിടെ തന്നെ ബ്രോമിൻ. ഇതിങ്ങനെ എഴുതാൻ പഠിക്കണം കേട്ടോ. ഈ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ കാർബണുമലത്തെ തന്നെ ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊരെണ്ണം ഇങ്ങനെ വരും. ഈ ബ്രോമിനും അതിലത്തെ തന്നെയാണ്. അപ്പോൾ അത് അതിലത്തെ തന്നെ ആവുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, അടുത്തത് C6H5 ഒരെണ്ണം, ദെൻ കാർബൺ, ദെൻ അടുത്തത് എന്താ നോക്കിയേ, ഈ കാർബണിൽ തന്നെ 2 ബ്രാക്കറ്റ് കൊടുത്തിരിക്കണുണ്ടോ? അത് ആ കാർബണിൽ തന്നെ കൊടുക്കണമെന്ന് കാണിക്കാനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു CH3, പിന്നെ അതുമ്പോൾ തന്നെ പിന്നെയും ഒരു ബെൻസീൻ റിങ്, പിന്നെ ബ്രോമിൻ. വേറെ അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന് കാണിക്കാനാണ് ആ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ റിയാക്ടിവിറ്റിയുടെ ഓർഡർ. അപ്പം നമുക്ക് വേണമെങ്കിൽ നേരത്തെ SN2 അല്ലേ എഴുതിയത്, നമുക്കിവിടെ SN1 എഴുതാം. SN1ൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ നോക്കാം. അപ്പോൾ നമുക്കറിയാം ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണല്ലേ. അപ്പോൾ ഇതിൽ ടെറിഷറി നോക്കുക, ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണായിട്ട് ഒരു റിങ്ങിൽ ഒരു കാർബണായിട്ടല്ലേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രൈമറി. ഇനി ഇവിടെ നോക്ക്, ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇവിടെയും ഒരു കാർബണായിട്ടുണ്ട്, ഇവിടെയും ഒരു കാർബണായിട്ട് ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇത് സെക്കൻഡറി. ഇനി ഇവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അത് വേറൊരു കാർബൺ ഇവിടെ ഇട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഈ കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും സെക്കൻഡറി. ഇനി ഇവിടെയോ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്, ഇത് 1, 2, 3 കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടെറിഷറി. ഓക്കെ, അപ്പോൾ നമുക്കൊരു സംശയമില്ലാതെ ഇതാണ് ആദ്യത്തെ ആളെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് C6H5 twice CH3Br ആണ്. അയാൾക്കാണ് ഏറ്റവും റിയാക്ടിവിറ്റി. അത് കഴിഞ്ഞ് സെക്കൻഡറി ഇപ്പോൾ ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ടത് 2 സെക്കൻഡറി വരുമ്പോൾ ഇത് SN1 അല്ലേ. അപ്പോൾ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ആർക്കാണ് കൂടുതൽ? കാർബോകാറ്റോൺ എവിടെയാണ് ഫോം ചെയ്യാന്ന് നോക്കിയാൽ മതി. കാർബോകാറ്റോൺ ബ്രോമിൻ ഇരിക്കുന്ന കാർബണിലല്ലേ പ്ലസ് വരിക, ഇവിടെയാണ് അപ്പോൾ പ്ലസ് വരിക. ഓക്കെ, അപ്പോൾ ഇയാൾ സ്റ്റേബിൾ ആവണമെങ്കിൽ ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇവിടെ 2 ബെൻസീൻ റിംഗ് അല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉള്ളൂ, ഒരെണ്ണം CH3 ആണ്. അപ്പോൾ ഇവിടെ 2 ബെൻസീൻ റിംഗ് 2 റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് ഇയാളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ നമുക്കിവിടെ അടുത്ത റിയാക്ടിവിറ്റി എഴുതേണ്ടത് ഇയാളെയാണ്. C6H5 എങ്ങനെ എഴുതും? 2 എണ്ണം ട്വൈസ് CHBr. അത് കഴിഞ്ഞിട്ട് ഇത് വരും C6H5 then CH3 ബ്രാക്കറ്റിൽ ഇടുക Br. ഇനി പ്രൈമറി ഏറ്റവും അവസാനം കിടക്കുന്നത് C6H5 CH2 Br. ഇതാണ് SN1ൻ്റെ ഓർഡർ. ഇനി SN2 ആക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ തിരിച്ചെന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി, അല്ലെങ്കിൽ സൈൻ നേരെ തിരിച്ചു കൊടുത്താൽ മതി. SN2 ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് പുതിയ ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.